ഡോക്ടർ, ഇനി ഓപ്പറേഷൻ വേണ്ടി വരുമോ? ഞാൻ മരിച്ചുവോ ഡോക്ടർ? തനിക്കെന്താ ഭ്രാന്താണോ? ആത്മഹത്യ നാണമില്ലേ തനിക്ക്? താൻ എവിടത്തെ പോലീസാണോ? സാറിപ്പോ സസ്പെൻഷനില്ല. ആ, തന്നെ പോലുള്ളവർക്ക് സർവീസിൽ ഇല്ലാതിരിക്കുന്നതാ നല്ലത്. അതെ, മര്യാദയ്ക്ക് നടന്നോണം. റെസ്റ്റ് എടുക്കണം. ഇല്ലെങ്കിൽ സ്റ്റിച്ചിട്ട കയ്യിൽ ഇൻഫെക്ഷൻ ഉണ്ടാവും. സോറി ഡോക്ടർ. ശരി, ഞാൻ ശ്രദ്ധിച്ചോളാം. ഞാൻ കാരണം നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവുകയല്ല. പോരെ? ഞാനൊരു പെൺകുട്ടിയെ സ്നേഹിച്ചു. അവള് തന്ന സമ്മാനമായത്. പക്ഷേ അവളെ ഞാൻ പോലീസിന് ഒറ്റിക്കൊടുക്കില്ല. അവളിപ്പോ എന്റെ ഭാര്യ. ഇയാള് പറയുന്നത് നിങ്ങൾ കാര്യമാക്കണ്ട. വിവരം പോലീസിൽ അറിയിച്ചേക്കാം. പോലീസിനെ അറിയിച്ച കുഴപ്പമാവത്തില്ല സാറേ. സാറ് കുറച്ചൊരു വിശ്രമിക്കും. പോലീസ് വരണമെങ്കിൽ വരട്ടെ. ഒരു പോലീസും വരികയല്ല. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. പക്ഷേ അവളെ വിട്ട് കളയില്ല ഞാൻ. എവിടെ പോയാലും ഞാൻ അവളുടെ പിന്നാലെ തന്നെ ഉണ്ടാവും. അവളിപ്പോ എന്റെ ഭാര്യ. ഞാൻ താലി കെട്ടിയ എന്റെ ഭാര്യ. എന്തായാലും നീ അവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ. പാവം, ഇവളാകെ പേടിച്ചിരിക്കായിരുന്നു. മോളെ, അകത്ത് പോയി കുറച്ചു നേരം വിശ്രമിക്കുക. ശരി. പേടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അവനെപ്പോലുള്ള ദുഷ്ടന്റെ ശല്യം ഇല്ലാതാക്കാൻ നിയമപരമായി ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തേ പറ്റൂ. കമ്മീഷണറുമായി ഞാൻ സംസാരിച്ചു. വേണ്ടത് ചെയ്യാമെന്ന് അദ്ദേഹം ഉറപ്പ് നൽകിയിട്ടുണ്ട്. ആരുടെ ഉറപ്പിൽ ഒരു കാര്യമില്ല. അവന്റെ ശല്യം തീരണമെങ്കിൽ അവൻ മരിക്കണം. അല്ലാതെ ഇതിനൊരവസാനം ഞാൻ കാണുന്നില്ല. മോള് പേടിക്കണ്ട. നമുക്ക് എന്തെങ്കിലും വഴിയുണ്ടാക്കാം. ഇതിനൊരു വഴിയേ ഉള്ളൂ. ഒന്നെങ്കിൽ ഞാൻ അയാളുടെ ഭാര്യ ആവണം, അല്ലെങ്കിൽ അച്ഛൻ പറഞ്ഞതുപോലെ അയാൾ മരിക്കണം. എനിക്ക് പറ്റിയ തെറ്റിന് ഇപ്പൊ ശിക്ഷ അനുഭവിക്കുന്നത് നിങ്ങളെല്ലാരും ആണെന്ന് ഓർക്കുമ്പോ എനിക്ക് സഹിക്കുന്നില്ല ചേച്ചി. അച്ഛനും അമ്മയും ഏട്ടനും ചേച്ചിയും എല്ലാരും വേണ്ടെന്ന് വിലക്കിയിട്ടും ഞാൻ അവൻ പറഞ്ഞത് വിശ്വസിച്ചു. അതെന്റെ തെറ്റ്. എന്തായാലും ഒരു കാര്യം എനിക്ക് ഉറപ്പായി, ഇതുകൊണ്ടൊന്നും അവൻ അടങ്ങില്ല. അവൻ ഇനിയും വരും. ഏട്ടാ, ഇതിലേക്ക് ഏട്ടനെ കൂടി വലിച്ചഴിക്കേണ്ടി വന്നതില് എനിക്ക് മാപ്പ് തരണം. ഇതൊന്നും ആരുടെയും തെറ്റല്ല. സ്നേഹിക്കുന്നതും തെറ്റല്ല. പക്ഷേ നമ്മളൊരാളെ സ്നേഹിക്കുമ്പോൾ അവർക്കതിനുള്ള യോഗ്യതയുണ്ടോ എന്ന് ആദ്യം നമ്മൾ തന്നെ സ്വയം മനസ്സിലാക്കണം. പ്രിയേ, നിന്നോട് പറഞ്ഞ വാക്കുകളൊന്നും പാലിക്കാൻ ഏട്ടന് കഴിഞ്ഞില്ല. പക്ഷേ ഇനി അവനത് ആവർത്തിച്ച എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. അതൊന്നും വേണ്ട ഏട്ടാ. ഞാൻ കാരണം ഏട്ടന്റെ ജീവിതം കൂടി അപകടത്തിലാക്കണ്ട. എന്റെ വിധിയായത്. ഇതിന് ഞാൻ തന്നെ പരിഹാരം കണ്ടോളാം. മാഡം, ഈ വീട്ടിൽ ശിവയോടല്ലാതെ മറ്റാരോടും എനിക്ക് സംസാരിക്കാനില്ല. പ്ലീസ്, നിങ്ങൾ ശിവയെ വിളിക്കാം. അപ്പൊ പറയാനുള്ളത് രഹസ്യം തന്നെയാണെന്ന് സമ്മതിച്ചു. ഞാൻ ഈ വീട്ടിലെ ആരാണെന്നറിയാമോ? ആരായാലും എനിക്കതറിയേണ്ട കാര്യമില്ല മാഡം.
ഞാൻ വന്നതേ ശിവയെ കാണാനാ. എന്റെ അനുവാദം ഇല്ലാതെ അത് നടക്കില്ല. മായക്ക് എന്താ അറിയേണ്ടത്? അത് അത് പിന്നെ ഇത് സൈമൺ എന്നെ കാണാവുന്നതാ. ഊട്ടിക്കടുത്തുള്ള ഗൂഡല്ലൂരാണ് സൈമന്റെ വീട്. ഇനി എന്തെങ്കിലും അറിയണോ? വേണ്ട. ആ സൈമ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ചോദ്യങ്ങൾ ചോദിച്ചു വല്ലാതെ ബുദ്ധിമുട്ടിച്ചോ? കുറച്ച്. വാ, അകത്ത് വാ. വേണ്ട ശിവ, നമുക്ക് അങ്ങോട്ട് മാറി നിന്ന് സംസാരിക്കാം. വാ. എന്നാ വാ. ശിവ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഡീറ്റെയിൽ ആയ ഒരു അന്വേഷണം ഞാൻ നടത്തി. കുറച്ച് വിവരങ്ങൾ കിട്ടി. ശിവ സംശയിച്ചത് ശരിയാ. അതൊരു സാധാരണ അപകടമായിരുന്നില്ല. എല്ലാ ഡീറ്റെയിൽസ് ഇതിലുണ്ട്. പോലീസ് സ്റ്റേഷനിൽ നിന്ന് എഫ്ഐആറിന്റെ കോപ്പി കിട്ടാൻ കുറച്ച് വൈകി. ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞ കേസല്ലേ. പിന്നെ ഇതെങ്ങനെ സംഘടിപ്പിച്ചു? അതൊക്കെ ഒപ്പിച്ചു. അന്ന് സ്റ്റേഷനിലുണ്ടായിരുന്ന പഴയ പോലീസുകാരെ കുറിച്ച് ഞാൻ അന്വേഷിച്ചു. ആ ടീമിലുണ്ടായിരുന്ന ഒരാളെ ഞാൻ കണ്ടെത്തി. കാർത്തിക് രാമാനുജൻ. ഇപ്പോ ഹെഡ് കോൺസ്റ്റബിളാ. അയാളാ മുരുകൻ ചെട്ടിയാരെ കുറിച്ച് പറഞ്ഞത്. മുരുകൻ ചെട്ടിയാരോ? ആരാ അയാള്? ഒരു തമിഴൻ ലോറി മുതലാളിയാണ്. അന്നിടിച്ച ആ ലോറി മുരുകൻ ചെട്ടിയാരുടേതാണ്. അയാളുള്ള സ്ഥലത്തെക്കുറിച്ചൊരു സൂചന കിട്ടിയിട്ടുണ്ട്. എടിത്താരെ, എന്താ മായച്ചി? ഈ വീട്ടില് ജ്യോതിയുടെ കാര്യം അല്ലാതെ നമ്മൾ അറിയാത്ത മറ്റൊരു കാര്യം നടക്കുന്നുണ്ട്. എന്ത് കാര്യം? എസ്കെയുടെ കാര്യമാ ഞാൻ പറഞ്ഞത്. ആരാ എസ്കെ കാണാമെന്ന ചെറുപ്പക്കാരൻ? അയാൾ എസ്കെയുടെ കയ്യിൽ കൊടുത്ത ഫയലിൽ എന്തായിരിക്കും ഉള്ളത്? അയാളോട് ഞാൻ ആദ്യം സംസാരിച്ചപ്പോഴും അയാൾക്ക് എന്തോ വെപ്രാളവും ടെൻഷനും ഉണ്ടായിരുന്നു. അയാൾ ആ കൊടുത്ത ഫയലിൽ എന്താണെന്ന് നമുക്കറിയണം. എന്നാ പിന്നെ നേരെ എസ്കെയുടെ മുറി പോയി നോക്കാം. കുഴപ്പമാവോ? എന്തു കുഴപ്പം? അവസരം വരട്ടെ, നമുക്കത് കണ്ടുപിടിച്ചേ പറ്റൂ. നമ്മൾ അറിയാതെ ഒരു കാര്യവും ഈ അമരാവതിയിൽ നടക്കാൻ പാടില്ല. അത് എസ്കെയുടെ കാര്യത്തിലായാലും ജ്യോതിയുടെ കാര്യത്തിലായാലും. നിങ്ങളൊരു നല്ല മനുഷ്യനാ ഹിറ്റ്ലറെ. നിങ്ങളെ പോലെയുള്ള നല്ല മനസ്സുള്ള മനുഷ്യർ ഈ ലോകത്ത് വളരെ കുറച്ചേ ഉള്ളൂ. ഓഹോ, അതിപ്പോഴാണോ തോന്നിയത്? നേരത്തെ തോന്നിയതൊക്കെയാ, പറഞ്ഞില്ലെന്നേ ഉള്ളൂ. അല്ലെങ്കിലും പറഞ്ഞിട്ടെന്തിനാ? ഞാൻ പറയുന്നതിനൊന്നും ഒരു വിലയില്ലല്ലോ. വലിയ ഗമയല്ലേ? ഇനിയിപ്പൊ ഇതും കൂടി പറഞ്ഞിട്ട് ആ ഗമ കൂടണ്ടെന്ന് വിചാരിച്ചു. അതുകൊണ്ടാ പറയാതിരുന്നത്. പിന്നെ ഇപ്പൊ എന്തിനാ പറഞ്ഞത്? ഓ, അതെന്റെ തെറ്റ്, സമ്മതിച്ചു. ഇനി പറയത്തില്ല, പോരെ? നീയും അത്ര മോശക്കാരിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കുറച്ച് മണ്ടത്തരങ്ങളും എടുത്തിയാട്ടങ്ങളും ഒഴിച്ചാൽ കുറച്ചൊക്കെ നന്മ നിന്റെ ഉള്ളിലും ഉണ്ട്. എന്താ അടിച്ചിത്രേ, നീ വല്ലാത്ത ടെൻഷനിലാന്ന് തോന്നല്ലോ. അതിന് താരേച്ചിക്ക് എന്ത് വേണം? മനുഷ്യനിവിടെ ഭ്രാന്ത് പിടിച്ചേക്കുമ്പോൾ ഒരു അന്വേഷണം. അതിന് നീ എന്തിനാ എന്നോട് ചാടിക്കടിക്കുന്നേ? ഞാൻ എന്ത് ചെയ്തു? നിന്റെ മട്ടും ഭാവം കണ്ട് ചോദിച്ചു പോയതാ. അല്ലാതെ ഞാൻ നിന്റെ ആങ്ങളെ ഹോസ്പിറ്റലിൽ നിന്ന് പോയ കാര്യം പറയാൻ വന്നതൊന്നും അല്ല. താരേച്ചി എന്താ പറഞ്ഞേ? നിന്റെ ആങ്ങള കയ്യിലെ മുറിവും വെച്ച് കെട്ടി ആശുപത്രിന്ന് പോയെന്ന്.
അയാളുടെ ഒരു കാര്യം എനിക്ക് അറിയണ്ട. എന്നോട് പറയും വേണ്ട. നിന്നോടല്ലാതെ വേറെ ആരോടെ ഇത് പറയണ്ടേ? നീയല്ലേ അയാളുടെ ഒരേ ഒരു പെങ്ങള്. അപ്പൊ വിശേഷങ്ങളൊക്കെ നിന്നോട് വേണ്ട പറയാൻ? വേണ്ട, എനിക്ക് അയാളുടെ പാവത്തിന്റെ കഥ കേൾക്കണ്ട. മതിയായി. സത്യത്തിൽ അവിനാശിന് വല്ല മനോരോഗം ഉണ്ടോന്ന് എന്റെ സംശയം. കാണും, അല്ലാതെ ഇതുപോലത്തെ ഭ്രാന്ത് കാണിക്കില്ലല്ലോ. പക്ഷെ ആ ഭ്രാന്തിനകത്ത് ആർക്കൊക്കെ പങ്കുണ്ടെന്നുള്ളതാ എന്റെ സംശയം. അയാള് സ്വയം ഇതൊക്കെ ചെയ്യുന്നതാണെന്ന് വിശ്വസിക്കാൻ എനിക്ക് പറ്റുന്നില്ല. ഇങ്ങനൊന്നും ആയിരുന്നില്ല എന്റെ ഏട്ടൻ. നന്മയുള്ളവനായിരുന്നു, സ്നേഹമുള്ളവനായിരുന്നു. സൂര്യ ഏട്ടനും തമ്മിലുള്ള വിവാഹം എങ്ങനെ ഒരു പരാജയമായെന്ന് പോലും എനിക്കറിയില്ല. ഇന്നെന്റെ ഏട്ടൻ ഒരു ഭ്രാന്തനെ പോലെയാ പെരുമാറുന്നത്. സ്വന്തം കൂടെ പിറപ്പിനെ ഈ നിലയിൽ കാണേണ്ടി വരുന്ന എന്റെ സങ്കടം നിങ്ങൾക്കറിയില്ല താരേജി. അതിന് നീ എന്തിനാ ഇത്രക്ക് ഇമോഷണൽ ആവുന്നേ? നിന്റെ ഏട്ടനെ മോഹിപ്പിച്ച വലയിൽ വീഴ്ത്തിയത് അവളല്ലേ, ആ ജ്യോതിയുടെ അനിയത്തി പ്രിയ. വെറുതെ അവളെ കുറ്റം പറയേണ്ട താരേജി. അവളെ വലയിൽ വീഴ്ത്തിയത് എന്റെ ഏട്ടന്, അല്ലാതെ വെറുതെ അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇയാൾക്ക് മുൻപ് വല്ല സൈക്കോളജിക്കൽ പ്രോബ്ലം ഉണ്ടായിട്ടുണ്ടോ? ഓ മതി താരേജി, ഒന്ന് നിർത്ത്. എന്റെ തല വരയ്ക്കുന്നു. ദയവ് ഇത് ഇവിടെ നിന്ന് പോകുന്നുണ്ടോ പ്ലീസ്? കുറച്ച് സമയം ഞാനൊന്ന് സമാധാനത്തോടെ ഇരുന്നോട്ടെ. ഇതുള്ള അതിന് ഞാനെന്ത് കഴിച്ചു? നിന്റെ ആങ്ങളേക്ക് ഭ്രാന്തുണ്ടോന്നൊരു സംശയം ചോദിച്ചല്ലേ ഉള്ളൂ. ഇനി ഞാൻ കാരണം നിന്റെ സമാധാനം ഒന്നും പോണ്ട. നിന്റെ ആങ്ങളെ എങ്ങോട്ട് പോയാലും എനിക്കൊരു കുന്തവും ഇല്ല. അല്ല പിന്നെ നീ എന്റെ അനിയത്തിയുടെ കഴുത്തിൽ താലി കിട്ടും അല്ലടാ പരമ നാറി. തറയാ നിന്നെക്കാളും തറയാടാ ഞാൻ. നിന്റെ ഒരു താലി കിട്ടും. ഇനി ഇതുപോലെ എങ്ങാനും വന്നാലുണ്ടല്ലോ, നിന്റെ കൈ മാത്രമല്ല കഴുത്തും കണ്ടിക്കും ഞാൻ. പാവം ജ്യോതിയും DKയും. ഇതുകൊണ്ടൊന്നും എന്നെ തോപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല. നിങ്ങളിനി എന്നെ എന്തൊക്കെ ചെയ്താലും ഞാൻ നിങ്ങളുടെ പുറകെ തന്നെ വരും. സ്വച്ഛന്ത മൃത്യുവാ ഞാൻ. എന്റെ മരണം ഞാൻ തീരുമാനിക്കുന്ന സമയമായിരിക്കും DK. അതിനു മുൻപ് ഞാൻ വിചാരിച്ചതെല്ലാം ഞാൻ നടത്തിയിരിക്കും. ഇല്ലെങ്കിൽ സർവവും നശിപ്പിച്ച് നാശമാക്കിയിട്ടെ ഞാൻ മരിക്കൂ. സുപ്രിയ ചുമ്മാതല്ല വന്നവൻ എന്താന്ന് ചോദിച്ചിട്ട് പറയാഞ്ഞത്. ഒന്ന് തെളിച്ചു പറമായച്ചി. എടി ഇത് സുപ്രിയന്റെ മരണത്തിന്റെ കേസ് ഫയലാ. സുപ്രിയന്റെ കേസോ? ചുമ്മാതല്ല SK ഇങ്ങനെ ഊരു ചുറ്റാൻ നടക്കുന്നേ. അല്ല മായച്ചി, പശുവും ചത്ത മൂരിലെ പുളിയും പോയി. വർഷങ്ങൾ ഇത്രയും കഴിഞ്ഞിട്ടും SK എന്തിനാ ഇതിന്റെ പിന്നാലെ നടക്കുന്നേ? അതൊരു ആക്സിഡന്റ് ആയിരുന്നില്ലേ? അങ്ങനെയാ അന്ന് പറഞ്ഞു കേട്ടത്. പക്ഷേ ഇപ്പോ SK ഇതിന് പിന്നാലെ ഇറങ്ങി തിരിക്കണമെങ്കിൽ SKക്ക് മറ്റെന്തെങ്കിലും ലക്ഷ്യം കാണും. എന്ത് ലക്ഷ്യം?
എസ്കേയുടെ കൂടെയാണല്ലോ സുപ്രിയാന്റി അപകടത്തിൽപ്പെട്ടത്. അതെ, പക്ഷേ അതൊരു വെറും അപകടം മാത്രമാണെന്നാ എല്ലാവരും വിശ്വസിച്ചിരിക്കുന്നത്. എസ്കെ ഇപ്പൊ അതിന് പിന്നാലെ പോകണമെങ്കിൽ അത് വെറുതെ ആവില്ല. മായച്ചി എന്താ പറഞ്ഞു വരുന്നേ? അത് വെറും ഒരു അപകടം അല്ലെങ്കിലോ? മനഃപൂർവ്വം ഉണ്ടാക്കിയ ഒരു അപകടമാണെങ്കിലോ? എന്നുവെച്ചാ അന്നേ ആ അപകടത്തില് എല്ലാവർക്കും സംശയം ഉണ്ടായിരുന്നു. ബോഡി കിട്ടാത്തത് കൊണ്ട് അന്വേഷണം പിന്നെ കാര്യമായിട്ട് നടന്നില്ല. മരണാസന്നനായി എസ്കെ കിട്ടിയപ്പോ എല്ലാവരും എസ്കെയുടെ കൂടെ ആശുപത്രിയിലേക്ക് പോയി. ദിവസങ്ങളോളം എസ്കെ ബോധമില്ലാതെ ആശുപത്രിയിൽ കിടന്നു. സുപ്രിയാന്റിയെ കുറിച്ചുള്ള അന്വേഷണം സാവധാനം അവസാനിക്കുകയും ചെയ്തു. തമിഴ്നാട് പോലീസ് ആയതുകൊണ്ട് ആർക്കും കൂടുതലൊന്നും അന്വേഷിക്കാനും പറ്റിയില്ല. ഒടുവില് ബോഡി കിട്ടിയില്ലെന്നും പറഞ്ഞ് അവര് കേസ് ക്ലോസ് ചെയ്തു. പൊന്നു പോലത്തെ വൈഫ് നിനക്ക് വന്നു, എന്നിട്ടും ആ വൈഫിനെ നീ അംഗീകരിച്ചോ? വൈഫായിട്ടൊരു പരിഗണന നീ അവൾക്ക് കൊടുത്തോ? പിന്നെന്തിനാ ഞാൻ എവിടേക്കാളും ജീവിക്കുന്നേ? ഞാൻ എനിക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് പോകും. അമ്മ അവൾ ഇവിടുന്ന് പോകാൻ തീരുമാനിച്ചത് എന്റെ കുറ്റം കൊണ്ടാണോ? പിന്നെ എന്റെ കുറ്റം കൊണ്ടാണോ? നിന്റെ കുറ്റം കൊണ്ട് തന്നെയാ അവളിവിടുന്ന് പോകുന്നത്. നീ തന്നെ ഉത്തരവാദി, നീ മാത്രം ഉത്തരവാദി. എടാ, ഐസ്ക്രീം പോലെ സ്വീറ്റായ ഒരു പെങ്കൊച്ച, നീ അവളെ ഒരു വേസ്റ്റ് പാത്രം പോലെ വലിച്ചെറിഞ്ഞില്ലേ? അവളെ ഈ വീട് വിട്ട് പോകാൻ പോവുക. അവളെ വീടിന് വേണ്ടി ചെയ്ത നല്ല കാര്യങ്ങളെല്ലാം നീ മറന്നു. അവള് വന്നതിന് ശേഷമാണ് ഈ വീട് വീടായത്. അതിനു മുമ്പ് ഈ വീട്ടിൽ നമ്മൾ എല്ലാരും ഉണ്ടായിരുന്നു. പക്ഷേ നമുക്കൊന്നും ലൈഫില്ലായിരുന്നു. അവള് വന്നതിന് ശേഷമാ ഈ വീട്ടിലെ എല്ലാവർക്കും ഒരു ലൈഫ് ഉണ്ടായത്. നിന്റെ മുഖത്തൊരു സ്മൈൽ ഉണ്ടായിരുന്നു. അവൾ എത്ര വട്ടം നിന്റെ ലൈഫ് സേവ് ചെയ്തു, നിന്റെ ജീവൻ രക്ഷിച്ചു. നിനക്കൊരു പനി വന്നപ്പോ അവള് നിന്നെ കെട്ടിപ്പിടിച്ച് കിടന്നിട്ട് ആ പനി അവള് ഏറ്റുവാങ്ങിച്ചു. അതാണ് വൈഫ്. ആ സ്നേഹത്തിന്റെ പേരാ വൈഫ്. പോകരുന്നൊന്ന് പറഞ്ഞുകൂടെ? ഓ, അങ്ങനെ പറഞ്ഞു പോയാ നിന്റെ അഭിമാനം അങ്ങ് കാശിക്ക് പോകൂല്ലോ. വൺ തിങ് ഐ ടെൽ യു, അവളിവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കില്ല. ഞാനും ഇവിടുന്ന് ഇറങ്ങും. അമ്മ ഇത് എന്തൊക്കെയാ പറയുന്നേ? അമ്മ എങ്ങോട്ടാ പോകുന്നേ? എനിക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് ഞാൻ പോകും. ചിലപ്പോ കാശിക്ക് പോകും, ചിലപ്പോ ഹിമാലയത്തിലേക്ക് പോകും, ഇല്ലെങ്കിൽ മൈ ലിറ്റിൽ കണ്ണൻ ഗുരുവായൂരപ്പന്റെ അടുത്ത് പോയി ഇഷ്ടകാലം നാഭം ചുമച്ച് ജീവിക്കും. എന്നിട്ട് അവിടെ കിടന്നൊക്കെ മരിക്കും. നിനക്കെന്താ നഷ്ടം? അല്ല, നീ എന്റെ ആരാ? അവൾ എന്റെ തോട്ടത്തിലെ ഏറ്റവും സുഗന്ധമുള്ള പൂവാണടാ. ഒറ്റയടിക്ക് പിച്ചി കളയാനുള്ളതല്ല. അതിന്റെ സുഗന്ധം മുഴുവൻ ആസ്വദിച്ച് ഒടുവിൽ ഓരോ ഇതളുകളായി കൊഴിഞ്ഞു വീഴും വരെ സൂക്ഷിക്കാനുള്ളതാ. ഇതെന്തൊരു സ്നേഹമാ സാറേ. ആ കൊച്ചിന്, സോറി മാഡത്തിന് ഇതുവരെ സാറിന്റെ സ്നേഹം മനസ്സിലായിട്ടില്ല. കറക്റ്റ്. നിനക്ക് കാര്യം മനസ്സിലായി. അവക്ക് എന്നെ ഇഷ്ടമല്ലടാ, വെറുപ്പാ. പക്ഷേ അവളെ ഞാൻ സ്നേഹിച്ച് കൊല്ലും.
എന്നാലും സാറിന്റെ കൈ ആദ്യം മുറിക്കാൻ സാർ സമ്മതിച്ചത് മണ്ടത്തരായിപ്പോയി. ഇവിടെ എങ്ങാനും കിടന്ന് ചത്തിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? ഡാ റോക്കി, അവളോടുള്ള സ്നേഹത്തിന്റെ സ്മാരകമാണടാ ഈ മുറിവ്. എന്റെ വിവാഹത്തിന്റെ സ്മാരകം. അവള് പോയെങ്കിൽ എന്താടാ? അവളിപ്പോ എന്റെ ഭാര്യയല്ലേ? ഞാൻ സിന്ദൂരം ചാർത്തി സുമംഗലിയാക്കി എന്റെ ഭാര്യ. അത് പറഞ്ഞിട്ട് എന്താ സാറാ കാര്യം? മാഡം ഇപ്പൊ സാറിന്റെ കൂടെ ഇല്ലല്ലോ, പോയില്ലേ? അവള് വരും. എന്റെ സ്നേഹം നിഷേധിക്കാൻ അവൾക്ക് പറ്റില്ലടാ. സാറേ, ഇത് കേസെങ്ങാനും ആയാ നമ്മൾ കൊടുക്കും. കേസോ? എന്ത് കേസ്? എടാ പൊട്ട, അവളെന്റെ ഭാര്യയാടാ. അവളുടെ മേളിൽ എനിക്കല്ലാതെ മറ്റാർക്കും ഒരു അധികാരമില്ല. എന്താ മായ, ഡി കെ ജ്യോതിയും തമ്മിൽ ഇത്രയ്ക്ക് പൊരുത്തമില്ലാതാവാൻ? ഒന്നും പറയണ്ട മാഡം, രണ്ടുപേരും തമ്മില് വേർപിരിഞ്ഞ് അടങ്ങുന്ന വാശി. ഞങ്ങളൊക്കെ പറയാവുന്നതിന്റെ മാക്സിമം പറഞ്ഞു നോക്കി. എന്ത് ചെയ്യാനാ? അല്ല, ഒരുമിച്ച് പോവാൻ കഴിയില്ലെങ്കിൽ പിന്നെ വേർപിരിയുന്ന തന്നെയല്ലേ നല്ലത്. പെറ്റീഷനൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടല്ലോ അല്ലേ മാഡം? അതെന്റെ ജോലിയല്ലേ. പക്ഷേ ഒപ്പിടുന്നതിന് മുമ്പ് എനിക്ക് രണ്ടുപേരോടൊന്ന് സംസാരിക്കണം. എന്തിന്? അവര് തമ്മിൽ നേരത്തെ സംസാരിച്ചുറപ്പിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോ ആര് സംസാരിച്ചാലും അവരതിൽ നിന്ന് പിന്മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സംസാരിച്ച മാഡത്തിന് സമയം പാഴാവുകയുള്ളൂ. മായ, വേർപിരിയുന്നതിന് മുമ്പ് കോടതിയിൽ വ്യക്തമായ കാരണം കാണിക്കണം. സ്ത്രീധന പീഡനം, ഭർത്താവിന്റെ അവിഹിത ബന്ധം, ഭാര്യയുടെ കഴിവില്ലായ്മ, കുടുംബ വഴക്കുകൾ, ഇതിലേതാണ് വിവാഹബന്ധം വേർപിരിയാൻ കാരണമായതെന്ന് കോടതിയിൽ ബോധിപ്പിച്ചേ പറ്റൂ. വിവാഹമോചനം ഒരു ചെറിയ കാര്യമൊന്നുമല്ല. ഈശ്വര, ഇവരിത് സംസാരിച്ച് രണ്ടുപേരെയും കൂടെ ഒന്നിപ്പിക്കുവോ? മാഡം സംസാരിക്കുന്നതിൽ തെറ്റില്ല. എന്നാ അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുമെന്ന് എനിക്ക് വിശ്വാസമില്ല. ഇരുവരും തമ്മില് അത്രയേറെ അകന്നു കഴിഞ്ഞു. ഓക്കെ, എന്തായാലും രണ്ടുപേരെയും വിളിക്ക്. താരെ, ചെന്ന് ജ്യോതി വിളിക്ക്. മാഡം വരൂ, അകത്തേക്കിരിക്കാം. ജ്യോതി, താഴെ വക്കീല് വിളിക്കുന്നുണ്ട്. എന്തു പറ്റി? ഒന്നുമില്ല. നിന്റെ തീരുമാനത്തിന് മാറ്റമൊന്നും ഇല്ലല്ലോ അല്ലേ? പിന്നെ നഷ്ടപരിഹാരം ചോദിക്കുമ്പോ ദയവേദി അമരാവതി വീടൊന്ന് ഒഴിവാക്കണം. അതിനു പകരം എത്ര പണം വേണമെങ്കിലും ചോദിച്ചോ, ഡി കെ തരും. ഞാനും മായച്ചി നിന്നെ സപ്പോർട്ട് ചെയ്യും. ഡി കെക്ക് ഈ വീടെന്ന് വെച്ചാ പ്രാണനാ. അമ്മയ്ക്കും അത് സഹിക്കാൻ പറ്റില്ല. ഇല്ല താരെ, മറ്റൊന്നും കിട്ടിയില്ലെങ്കിലും ഈ അമരാവതി വീട് എനിക്ക് കിട്ടിയേ പറ്റൂ. അത് തന്നെ ചോദിക്കാനാ എന്റെ തീരുമാനം. നീ ചെല്ല, ഞാനിപ്പോ വരാം. പൊയ്ക്കോ. നിക്ക. നിങ്ങളുടെ ഈ സ്നേഹപ്രകടനത്തിനുള്ളിലെ ചതി എനിക്ക് മനസ്സിലായി. ഈ അമരാവതി വീട് എന്റേതായി കഴിഞ്ഞ ആ നിമിഷം നീയും മായയും ഈ വീട് വിട്ടങ്ങ് പോയിക്കോണം. ഞാൻ തന്നെ ഇത് വായിച്ചു കേൾപ്പിക്കാം. ദേ, ശ്രദ്ധിച്ച് കേട്ടോണം. പിന്നെ ആരും കേട്ടില്ല എന്ന് പറയരുത്. ജീവനാംശമായി 5 കോടി രൂപ വില വരുന്ന പ്രോപ്പർട്ടി. പിന്നെ പുറത്തു കിടക്കുന്ന ബെൻസ് കാർ എനിക്ക് യാത്ര ചെയ്യാനേ. നീ ചോദിച്ച മറ്റു 2 കാര്യങ്ങൾ എനിക്ക് നൽകാനാവില്ല. ഡി കെ റെസ്റ്റോറന്റും ഈ വീടും. അതിന് രണ്ടിനും ചില നിയമ തടസ്സങ്ങളുണ്ട്. ഇത്രയും മതിയോ? അതോ ഇതിനേക്കാൾ വലിയ ഡിമാൻഡ് ഇനിയുണ്ടോ? പറയൂ. നീ എന്ത് ചോദിച്ചാലും അത് നൽകാൻ എനിക്ക് സമ്മതമുള്ളൂ.
എനിക്ക് നിങ്ങളുടെ ഒരു നയ പൈസ പോലും ആവശ്യമില്ല ഹിറ്റ്ലറെ. പണത്തിന് പകരം വയ്ക്കാൻ പറ്റുന്നതല്ല എന്റെ നഷ്ടങ്ങൾ. 5 കോടി രൂപ വിലയുള്ള പ്രോപ്പർട്ടി, ബെൻസ് കാർ, എന്റെ അഭിമാനത്തിന് വിലയിടാൻ ഇതൊന്നും പോരെ ഹിറ്റ്ലറെ. ജ്യോതി, നിങ്ങൾ ഈ കാണിക്കുന്നത് മണ്ടത്തരമാണ്. 5 കോടി രൂപയെന്ന് പറയുന്നത് നിങ്ങളെപ്പോലൊരു പെൺകുട്ടിക്ക് സ്വപ്നം കാണാൻ പോലും കഴിയാത്ത തുകയാണ്. എനിക്കറിയാൻ വക്കീലേ, പക്ഷെ എനിക്ക് ഈ ഹിറ്റ്ലറിന്റെ ഒരു നയാ പൈസ പോലും നഷ്ടപരിഹാരം ആവശ്യമില്ലാന്ന്. എത്രയും പെട്ടെന്ന് എനിക്ക് ഡിവോഴ്സ് ഒന്ന് വാങ്ങിച്ചു തന്നാ മതി. നിനക്ക് പിന്നെ എന്താ വേണ്ടത്? ഒന്നും തരാതെ നിന്നെ ഇറക്കി വിട്ടുന്നൊരു പേരുദോഷം നാളെ എനിക്കുണ്ടാവരുത്. നഷ്ടപ്പെട്ട എന്റെ ജീവിതത്തിന് പകരം വയ്ക്കാൻ നിങ്ങളുടെ പണത്തിന് പറ്റില്ല ഹിറ്റ്ലറെ. ഈ വീടിനുള്ളിൽ തകർന്നു പോയതേ എന്റെ സ്വപ്നങ്ങളാ. ഈ അമരാവതി അടക്കം എന്റെ പേരിലുള്ള സകല സ്വത്തുക്കളും ജ്യോതിയുടെ പേരിൽ എഴുതാനാ എന്റെ തീരുമാനം. ബേട്ടി, നീ ഇത് വാങ്ങണം. ഈ അമ്മ നിനക്ക് മനസ്സറിഞ്ഞ് തരുന്നതാ. മോളെ, നീ എന്ന് ഈ അമരാതിൽ ഉണ്ടാകണമെന്ന ഈ അമ്മയുടെ ആഗ്രഹം. നഷ്ടപ്പെട്ട നിന്റെ ലൈഫിന് ഇതിനൊന്നും പരിഹാരമാവില്ലെന്ന് അമ്മയ്ക്കറിയാം. എന്നാലും മോളത് സ്വീകരിക്കണം. അമ്മ ക്ഷമിക്കണം, ഞാനിത് സ്വീകരിക്കില്ല. ഒന്നുമില്ലാതെ വന്നവളാ ഞാൻ. തിരിച്ചൊന്നും കൊണ്ടുപോവാതെ തന്നെ എനിക്ക് മടങ്ങണം. ഞാൻ ജീവനെ പോലെ സ്നേഹിക്കുന്ന എന്റെ ഭർത്താവിന്റെ സ്നേഹം ഒരിക്കൽ പോലും ലഭിക്കാതെ പോയവളാ ഞാൻ.